അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം തന്നെ പരീക്ഷണങ്ങളുടേതായ ഒരു മറുപുറവുമുണ്ട്. അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ സംസ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി അള്ളാഹു സംവിധാനിച്ച ഒരു അനുഗ്രഹമാണ്. പക്ഷേ പരലോകത്ത് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, നമ്മുടെ വിജയ പരാജയങ്ങൾ നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് സമ്പത്ത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന അൽ ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. എല്ലാ ഉമ്മത്തിനും, എല്ലാ സമൂഹത്തിനും പരീക്ഷണമുണ്ട്. എൻ്റെ ഉമ്മത്തിന്റെ പരീക്ഷണം കുടികൊള്ളുന്നത് അത് സമ്പത്തിലാണ് എന്നതാണ്. അപ്പോൾ 3 മേഖലകളിലാണ് സമ്പത്തിലുള്ള പരീക്ഷണം നമ്മെ ബാധിക്കുന്നത്. ഒന്ന്, നമ്മൾ എങ്ങനെ ആ സമ്പത്ത് നേടിയെടുക്കുന്നു എന്ന വിഷയത്തിലാണ്. ഫഅജ്മിലു ത്വലബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സമ്പാദ്യ മാർഗങ്ങളെ, നിങ്ങൾ സമ്പാദന മാർഗങ്ങൾ തീർച്ചയായും നിങ്ങൾ ഭംഗിയാക്കുക എന്നതാണ്. എങ്ങനെയാണ് ഭംഗിയാക്കേണ്ടത്? ഖുദിൽ ഹില്ല വദഅഉ മാ ഹുർരിമ, തീർച്ചയായും അനുവദനീയമായത് മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും നിഷിദ്ധമായതിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അവിടെ വളരെയേറെ പരീക്ഷണങ്ങളുണ്ട്. തീർച്ചയായും സമ്പാദനം എന്നത് എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹറാമുകൾ കടന്നു വരും. തീർച്ചയായും അതൊരു പരീക്ഷണമാണ്. രണ്ടാമത്തെ വിഷയം ആ സമ്പത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ അറ്റാച്ച്മെന്റ് എങ്ങനെയുണ്ട് എന്നതാണ്. ആ സമ്പത്തിനെ തന്നെ മുഖ്യ ലക്ഷ്യമായി നമ്മൾ കാണുമ്പോൾ തീർച്ചയായും അള്ളാഹു ഫഖറിനെ, ദാരിദ്ര്യത്തെ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരികയും തീർച്ചയായും നമ്മുടെ ഭൗതിക വിഭവങ്ങളെ അള്ളാഹു ശിഥിലീകരിക്കുകയും എല്ലാം ചെയ്യും. ഫർറഖ ശംലഹു എന്നെല്ലാം ഹദീസുകളിൽ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു പരീക്ഷണമാണ് സമ്പത്ത് എവിടെ എങ്ങനെ ചിലവഴിക്കുന്നു എന്നത്. അത് ഹറാമായ മാർഗങ്ങളിലാണോ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ അനുവദനീയമായ മാർഗങ്ങളിൽ തന്നെ അത് ഇസ്രാഫോട് കൂടി, ധൂർത്തോടു കൂടിയാണോ ചിലവഴിക്കുന്നത് എന്നെല്ലാം പരീക്ഷണത്തിന്റെ മേഖലയാണ്. അപ്പോൾ പരലോകത്ത് ഒരു അടിമയുടെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ അർബഇൻ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ തീർച്ചയായും ഒരു അടിമയുടെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുക. അല്ല, ഒന്ന്, അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവന്റെ സമ്പത്തിനെ കുറിച്ചാണ്. അത് എവിടെ നിന്ന് അവൻ സമ്പാദിച്ചു എന്നും അത് എങ്ങനെ ചിലവഴിച്ചുവെന്നും മറുപടി പറയുന്നത് വരെ തീർച്ചയായും ഒരു അടിമയുടെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ സമ്പത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് പവിത്രമാക്കുകയും ആ സമ്പത്ത് എന്ന പരീക്ഷണത്തിൽ വിജയം വരിക്കുന്നവരായി മാറുകയും ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.